കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഈ കാണുന്ന ലൈറ്റ് ഉണ്ട്, ഈ ക്ലസ്റ്ററിൽ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന ഈ ലൈറ്റ് ഒരു ഡമ്മി ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിരുന്നു. ആക്ച്വലി ഇതൊരു ഡമ്മി ലൈറ്റ് ഒന്നുമല്ല, ഇത് ഇമ്മൊബിലൈസർ സിസ്റ്റത്തിന്റെ ആക്റ്റീവ് സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന സിസ്റ്റമാണ്. അതായത് ഈ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോ 2 സെക്കൻഡ് കൂടുമ്പോൾ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്മൊബിലൈസർ സിസ്റ്റം ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ആന്റി തെഫ്റ്റ് സിസ്റ്റം ആക്റ്റീവ് ആണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് ആ സിസ്റ്റം ഇത്തരം ഓപ്പറേഷനെ തടയുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇമ്മൊബിലൈസർ സിസ്റ്റം ശരിക്കും ഫംഗ്ഷൻ ചെയ്യേണ്ടത് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലല്ല, എഞ്ചിൻ ഓഫ് ആയിരിക്കുന്ന സമയത്താണ്. അതായത് എഞ്ചിനെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റരുത് എന്നുള്ളതാണ് ആന്റി തെഫ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മൊബിലൈസർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാണിംഗ് ലാമ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറിജിനൽ കീ ഇത് ഡിറ്റക്ട് ചെയ്തതിന് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം ലാമ്പ് ഓഫായി പോയി. ഒറിജിനൽ കീ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒറിജിനൽ കീ ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ കീ മൊത്തത്തിൽ ഇഗ്നിഷൻ ഓണാക്കി, ഇനി നിങ്ങൾക്ക് കാണാം ആ ലൈറ്റ് ഒന്ന് കത്തി. ഓക്കെ, ഇമ്മൊബിലൈസർ സിസ്റ്റം ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഡിസാം ആയി എന്ന് പറയാം. ഇനി ഞാൻ കീ ഓഫ് ചെയ്തിട്ട് ഡോറ് ലോക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം, ഇപ്പം കണ്ടോ ഇതിന്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടോ? ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ആവും. ഇത് എന്ന് പറയുന്നത് ഇമ്മൊബിലൈസർ സിസ്റ്റം ആംഡ് ആവുന്ന ഒരു ഫംഗ്ഷൻ, അതായത് ആക്റ്റീവ് ആവുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഈ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബ്ലിങ്കിങ് ഡിഫറെന്റ് പാറ്റേൺ ആവും. അതായത് ഇപ്പം 1 സെക്കൻഡിൽ ബ്ലിങ്ക് ആവുന്നതിന് 2 സെക്കൻഡ് കൂടുമ്പോൾ ബ്ലിങ്ക് ആവുള്ളൂ. കണ്ടോ? ഇതിനർത്ഥം ഇമ്മൊബിലൈസർ സിസ്റ്റം ആക്റ്റീവ് ആയി എന്നാണ്. അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡമ്മി ഒന്നും അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.